ദീപക് മോഹൻ, ഇപ്പോൾ അർബൻ ബാങ്കിൽ എത്ര രൂപയാണ് കടമുണ്ടായിരുന്നത്? അത് പൂർണ്ണമായും തീർത്തോ? ഈ ബത്തേരി ബാങ്കിലെ കുടിശ്ശികയടക്കം തീർത്ത കാര്യത്തിൽ മരുമകൾ പത്മജയെയും മകനെയും ഒക്കെ ഈ വിവരങ്ങൾ അറിയിച്ചോ KPCC? സുജയ പാർവതി, NM വിജയന്റെ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട നമ്മൾ NM വിജയന്റെ മക്കളും മരുമക്കളുമായൊക്കെയായി ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്ന ഇത്തരത്തിൽ അവർക്കൊരു സന്ദേശം ലഭിച്ചിട്ടില്ല എന്നാണ്. ബാങ്കിലെ ബാധ്യത സ്വാഭാവികമായി തീർക്കുകയാണെങ്കിൽ അത് ഇവരെ കൂടി അറിയിക്കും, അല്ലെങ്കിൽ ഇവരെ കൂടി വിളിച്ചു വരുത്തുമെന്ന് ഉള്ളൊരു സൂചനയുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഇവർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലെ പ്രസിഡന്റ് ആയിട്ടുള്ള DP രാജശേഖരൻ അടക്കം പറയുന്നത് KPCC പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉടൻ തന്നെ ബാങ്കിലുള്ള 60 ലക്ഷത്തോളം രൂപയുടെ കടബാധ്യത ഉടൻ തന്നെ തീർക്കും എന്നാണ് KPCC പ്രസിഡന്റ് ഉറപ്പ് നൽകിയിട്ടുള്ളതെന്നാണ് നേരത്തെ അർബൻ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള DP രാജശേഖരൻ വ്യക്തമാക്കിയിട്ടുള്ളത്. സുജയ, ബാധ്യത തീർക്കുമെന്നുള്ളത് വയനാട്ടിൽ തന്നെ KPCC അധ്യക്ഷൻ പ്രഖ്യാപിച്ചതാണ്. ഈ കുടുംബത്തെ കൂട്ടിപ്പോയാണോ ഈ കടം അടച്ചു തീർത്തത്? അതാണ് അറിയേണ്ടത് ദീപക്. സുജയ പാർവതി, ഇപ്പോൾ നിലവിൽ ഈ കടം അടച്ചു തീർത്തു എന്നതിനെ പറ്റി ഒരു സ്ഥിരീകരണമില്ല. പക്ഷേ നമ്മൾ സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിന്റെ പ്രസിഡന്റായിട്ടുള്ള DP രാജശേഖരനുമായി ബന്ധപ്പെട്ടപ്പോൾ KPCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. ഉടൻ തന്നെ അടച്ചു തീർക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളുമായിട്ടുണ്ട്. അത് ഉടൻ തന്നെ ട്രാൻസാക്ഷൻ ആകും എന്നൊരു ഉറപ്പ് ലഭിച്ചു എന്നാണ് അല്പം മുൻപ് ബാങ്ക് പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു സ്ഥിരീകരണം NM വിജയന്റെ കുടുംബത്തിനോ അല്ലെങ്കിൽ മരുമകൾ പത്മജയ്ക്കോ നൽകാൻ കഴിഞ്ഞിട്ടില്ല. അവരെ ഇതുമായി ബന്ധപ്പെട്ട് ആരും വിവരങ്ങളൊന്നും ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നാണ് അവർ പങ്കുവച്ച കാര്യം. എത്രയാണ് അവർക്ക് കൊടുത്തു തീർക്കാനുള്ള ബാധ്യത? ആധാരം തിരിച്ചെടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, അതിന്മേലുള്ള പട്ടയത്തിന്റെ കാര്യങ്ങൾ അടക്കമാണല്ലോ പത്മജ ചൂണ്ടിക്കാട്ടിയത്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായോ? സുജയ പാർവതി, അതായത് അവരുടെ വീടിരിക്കുന്ന സുൽത്താൻ ബത്തേരി മണിച്ചിറയിലുള്ള സ്ഥലം, അതോടൊപ്പം അവരുടെ മറ്റൊരു പ്രോപ്പർട്ടി കൂടിയുണ്ട്. ഇത്തരത്തിൽ നേരത്തെ നിയമനക്കോഴയുമൊക്കെയായി ബന്ധപ്പെട്ട് തിരികെ നൽകാനുള്ള പണമൊക്കെയായി ബന്ധപ്പെട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത തുകയടക്കം 1.5 കോടി രൂപയിലധികം ബാധ്യതയുണ്ടെന്ന് കുടുംബം പറയുന്നുണ്ട്. പക്ഷേ ഈ പണം മുഴുവൻ നേരത്തെ അടച്ചു തീർക്കാമെന്ന് KPCC നിയോഗിച്ച ഉപസമിതി ഉറപ്പ് നൽകിയതുമാണ്. എന്നാൽ പിന്നീട് അതുണ്ടായില്ല. പിന്നീട് രാഷ്ട്രീയപരമായ വിവാദങ്ങൾ ഉയർന്നു വന്നു. CPM അത് വലിയ രീതിയിൽ രാഷ്ട്രീയപരമായി എടുത്തു. സാമ്പത്തിക ബാധ്യത കോൺഗ്രസിന് കൊടുത്തു തീർക്കാൻ കഴിയില്ലെങ്കിൽ തങ്ങൾ തീർക്കാമെന്നൊരു ഘട്ടത്തിൽ പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് ഇപ്പോൾ എത്രയും വേഗം KPCC ഇടപെട്ട ഈ പണം അടച്ചു തീർത്ത് ബാധ്യത തീർക്കാമെന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട KPCC നൽകിയ സ്ഥിരീകരണം സത്യമാണെന്ന് തന്നെ വേണം നമ്മളിപ്പോൾ വിശ്വസിക്കാൻ. കാരണം അതുമായി ബന്ധപ്പെട്ട ഒരു വിവരം ഈ ബാങ്കിന്റെ മാനേജർക്ക് ലഭിച്ചിരിക്കുന്നു. പക്ഷേ കുടുംബത്തിന് ആ ബാധ്യത മുഴുവൻ തീർത്തതിന് ശേഷമായിരിക്കും കുടുംബത്തിനെ ബന്ധപ്പെടാനുള്ള സാധ്യത എന്നാണ് നമ്മളിതിനെ നോക്കിക്കാണുന്നത്. സുജയ.